സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പ് കോൺഗ്രസും ലീഗും പരസ്പരം പഴിചാരുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അവസാനം പ്രവർത്തകർ തന്നെ പറയുന്നത് തളികയിൽ വെച്ച് ചെയർമാൻ സ്ഥാനം LDF കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ LDFന്റെ ഹനീഫ വള്ളൂരാൻ സർക്കിൾ സഹകരണ യൂണിയന്റെ ചെയർമാനാണ്. ഈ കോൺഗ്രസിന്റെ പ്രവർത്തകർ, ലീഗിന്റെ പ്രവർത്തകർക്കൊക്കെ വലിയ അമർഷമുണ്ട്, പ്രത്യേകിച്ച് UDF പ്രവർത്തകർക്ക്. കാരണം ഉറപ്പായിട്ടും UDF കിട്ടേണ്ട സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സ്ഥാനം തളികയിൽ വെച്ചെന്ന പോലെയാണ് LDF കൊടുത്തത്. അത് താങ്കൾ ചെയർമാനായി. ഇപ്പോൾ ഈ പ്രവർത്തകരുടെ അമർഷം എല്ലാം ഉള്ളപ്പോൾ തന്നെ ഈ താങ്കൾക്ക് കിട്ടിയ സ്ഥാനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. അതിൽ അങ്ങനെയല്ല, തളികയിൽ വെക്കുക എന്ന് പറയാൻ പറ്റില്ല. കാരണം 6 സീറ്റ് LDFനും 5 സീറ്റ് UDFനുമാണ്. പിന്നെ 2 സീറ്റ് അവിടെ കിടക്കുന്നത് 2 ജീവനക്കാരാണ്. അവർ സ്വാഭാവികമായിട്ടും ഇലക്ഷനിൽ നിന്നും മാറി നിൽക്കുകയാണ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടാണ് 5-നെതിരെ 6 വോട്ടിന് ഞാൻ ചെയർമാനാകും. പിന്നെ അതിന്റെ ഭാഗമായിട്ട് ഇനിയില്ല എന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രയാസം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇനി സുഗമമായി നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളൊരു ധാർമ്മികമായ ഉത്തരവാദിത്തം അവർക്കുണ്ട്. കാരണം അവരാണിപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെരിന്തൽമണ്ണയിലെ സർക്കിൾ യൂണിയന്റെ പ്രവർത്തനങ്ങൾ ഇതിന്റെ പേരിൽ പിറകോട്ടടിക്കപ്പെട്ടാൽ അത് കേരളത്തിൽ മൊത്തം അവരുടെ ഭരണത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടുകയും അത് അവരുടെ ഭരണകൂടത്തെ മറ്റു രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, LDFനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ അധികാരം കൃത്യമായി അതിന്റെ പരിധിക്ക് അകത്തു നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. അത് നമ്മൾ നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യും. അതിന് അവരുടെ എല്ലാ സഹായം തേടും. അവർ തമ്മിലുള്ള തർക്കമോ അവർക്കകത്തുള്ള പ്രയാസങ്ങളോ ഒന്നും ഇനി ഇവിടെ വിഷയം വരുന്നില്ല. ഇനി ഭരണവുമായി മുന്നോട്ട് പോവുക, അതിൻ്റെ അകത്ത് എല്ലാവരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് 11 ആളുകളാണ് ഞങ്ങളില്ലേ, അത് കക്ഷി രാഷ്ട്രീയമൊക്കെ മറന്നു ഒന്നിച്ചു നിന്നുകൊണ്ട് അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യം. അതിൽ വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും അവരൊക്കെ സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്ല, അവിടെ സഹകരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രവർത്തകർ, പ്രത്യേകിച്ച് UDF പ്രവർത്തകർക്കിടയിൽ വലിയൊരു അമർഷവും നീരസവും ഉണ്ട്. അവർക്ക് നിരാശയുണ്ട്. കാരണം അവർക്ക് UDFന് കിട്ടേണ്ട ഒരു സ്ഥാനം മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന തരത്തിൽ അവർ തമ്മിലുള്ള ചേരിപ്പോരിന്റെ ഇതിൽ LDFന് കിട്ടിയെന്നൊരു അവർക്ക് പ്രവർത്തകർക്കും നിരാശയാണത്. പല പ്രവർത്തകരും അക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. ഇത് മുസ്ലിം ലീഗിന്റെ തന്നെ ഈ സഹകരണ സംഘത്തിന്റെ സംസ്ഥാന നേതാവ് എന്നോട് പറഞ്ഞത് ഒരു കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരുടെ ഗ്രൂപ്പ് പോര് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസിന്റെ ഇവിടെ നേതാക്കൾ പറഞ്ഞത് മുസ്ലിം ലീഗുകാർ അവരെ ഒരു വഴിക്കാക്കാൻ, ഒരു സൈഡിലാക്കാൻ വേണ്ടി ഇതാക്കിയത്. അപ്പോൾ DCC പ്രസിഡന്റ് തന്നെ ഇവിടെ വന്ന് പറയുകയുണ്ടായി, കോൺഗ്രസിന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ്. പക്ഷേ അവസാനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഒരു UDF പ്രവർത്തകൻ പറഞ്ഞത് തളികയിൽ വെച്ച് LDFന് ചെയർമാൻ സ്ഥാനം കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നെ എന്ത് ഐക്യമാണ് ഇവർ പറയുന്നതെന്ന് ചോദിച്ചു. ഇവർ തമ്മിലുള്ള പിണക്കം ഈ താങ്കളുടെ ചെയർമാൻ പദവിയോട് കൂടി കൂടിയിട്ടുണ്ടാകും അല്ലേ? അല്ല, അത് എന്നാൽ അത് അവിടെ ചർച്ച ചെയ്യുന്നതാണ്. കാരണം സ്വാഭാവികമല്ലേ, ഒരു മുന്നണിക്കകത്തോ ഒരു പാർട്ടിക്കകത്തോ പ്രയാസങ്ങൾ വന്നാൽ അതിൻ്റെ അകത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ്. അതെന്തായാലും ഈ സർക്കിൾ സഹകരണ യൂണിയനെ ബാധിക്കാൻ പോകുന്നില്ല. കാരണം അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും. മറ്റേത് UDFന്റെ അകത്ത് ലീഗും കോൺഗ്രസും തമ്മിലുള്ള തർക്കങ്ങളും അനൈക്യങ്ങളും അത് അവർ ചർച്ച ചെയ്യട്ടെ, അവർ ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ. സ്വാഭാവിക പിന്നെ അവർ അത്രയും സ്ട്രെങ്ത്തിലല്ലേ മലപ്പുറം ജില്ലയിൽ. അതായത് ഇപ്പൊ എവിടെ പരിശോധിച്ചാലും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുത്താലും, അതുപോലെ തന്നെ MLA മാര്, നിയമസഭാ സാമാജികരുടെ കണക്കെടുത്താലും ഒക്കെ UDF ആണ് മുന്നിൽ. ഇത്രയും സ്ട്രെങ്ത് ഉണ്ടായിട്ടും അതാണ് ഈ പ്രവർത്തകരുടെ പ്രധാന പരാതി. ഇത്രയും സ്ട്രെങ്ത് ഉണ്ടായിട്ട് ഈ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സ്ഥാനം LDFന്റെ ഹനീഫ വള്ളൂരാര് തളികയിൽ വെച്ച് കൊണ്ടുപോയി കൊടുത്തു എന്നതാണ് പ്രവർത്തകരുടെ നിരാശ. അത് അവര് ചർച്ച ചെയ്യണം. പ്രവർത്തകരല്ല, സംഘടനക്കകത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ്. അതിന് സ്വാഭാവികമായിട്ടും എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ എന്റെ മുന്നണിയോ പാർട്ടിയോ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് അവര് തമ്മിലുള്ള പ്രയാസങ്ങൾ. ഞാൻ പറഞ്ഞില്ല, 6-5 ആണ് വോട്ടിംഗ് വന്നാൽ ഒരു വോട്ടിന് LDF മുന്നിലാണ്. അപ്പുറത്ത് ഉദ്യോഗസ്ഥന്മാരുടെ 2 വോട്ടുകൾ, അല്ലെ ജീവനക്കാരുടെ 2 വോട്ടുകൾ, അത് അവര് മാറിയിരുന്നു എന്നുള്ളതാണ്. അത് അവരെങ്ങനെ മാറിയെന്നുള്ളത് അവരാണ് പരിശോധിക്കേണ്ടത്. കാരണം സ്വാഭാവികമായിട്ടും ഇപ്പൊ എനിക്കൊന്ന് വോട്ട് ചെയ്യാൻ പോകണ്ട എന്ന് എനിക്ക് തീരുമാനിക്കാം. അത് ആരുടെയും നിർബന്ധമൊന്നും ആവില്ല. ചിലപ്പോ നമ്മളെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കുറെ വോട്ടുകൾ പോൾ ചെയ്യാൻ ബാക്കിയല്ലേ. നമ്മളെ പൊതു തെരഞ്ഞെടുപ്പുകളിലും മറ്റേ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും കുറെ ആളുകൾ വോട്ട് ചെയ്യാതെ മാറിയിരിക്കും. അതവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
LDF-നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, സർക്കിൾ സഹകരണ യൂണിയന്റെ 11 അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, കാരണം ഞങ്ങൾ ജനങ്ങളെ പ്രതിദാനം ചെയ്തു വന്ന ആളുകളാണ്. ഇപ്പോൾ ഞാൻ വരുന്നത് അർബൻ ബാങ്കിന്റെ ഡയറക്ടർ പറഞ്ഞിട്ടാണ്. സ്വാഭാവികമായിട്ടും അതൊരു ജനകീയ ഇടപെടലിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട അപ്പൊ അതിന്റെ അകത്തു നിന്നുകൊണ്ട് ഈ 11 ആളുകൾക്കും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന പരമാവധികൾ ഒരു യോജിപ്പോടെ ഞങ്ങൾ പോകും. ഒരു യോജിപ്പ്. കാരണം എനിക്കറിയാം, ഞാൻ ആദ്യമായി പൊതുരംഗത്ത്, ഒരു ജനാധിപത്യ രംഗത്ത് വരുന്നത് തായക്കോട് ഗ്രാമപഞ്ചായത്തിൽ 95 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട്. അത് വരുമ്പോൾ അവിടെ 6 തുല്യമാണ്. മുസ്ലിം ലീഗിന്റെ പഞ്ചായത്തിൽ ആദ്യമായി LDF അധികാരത്തിൽ വന്നു. പക്ഷെ അവിടെ ഞങ്ങൾ ആ 6 നല്ല ഐക്യത്തിലൂടെ പോയി. കാരണം എന്താ, ഞങ്ങളെ മുന്നിലുള്ള ജനങ്ങളാണ്. ആ ജനങ്ങൾക്ക് സേവനം ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ഭരണകൂടത്തിന്റെയും പിന്നിലുള്ളത്. കാരണം പ്രത്യേകിച്ചും നമ്മളെ ഇന്ത്യ എന്നുള്ള ജനാധിപത്യ രാജ്യത്തോട്. ഇപ്പൊ ഈ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു. ഏതായാലും സർക്കിൾ സഹകരണ യൂണിയന്റെ തെരഞ്ഞെടുപ്പില് ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഹനീഫ വള്ളൂരാൻ. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. കുറെ കാലമായി കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലെ ഈ മേഖലയിലെ ഒരു നിറസാന്നിധ്യമാണ്, ഒരു മുഖമാണ്. അപ്പോൾ സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസും ലീഗും തമ്മിൽ കുറെ പടലമിണക്കങ്ങൾ, അവസാനം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ വിഴുപ്പലക്കലുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഈ വിഴുപ്പലക്കലുകളൊക്കെ മാധ്യമങ്ങൾ വാർത്ത നൽകിയപ്പോൾ മാധ്യമങ്ങളോടും ചില കയർക്കലുകളൊക്കെ ഉണ്ടായി. ഏതായാലും ഈ ഒന്നിച്ചു നിന്നാലാണ് എല്ലാം കിട്ടുക, അല്ല കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. തളികയിൽ വെച്ച് LDF-ന് കൊടുത്ത് അവസാനം ഇനി പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ആ ചെയർമാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെ പോകട്ടെ. ഏതായാലും പ്രവർത്തകരുടെ നിരാശ അടുത്ത കാലത്തൊന്നും മാറാൻ പോകുന്നില്ല. നേതൃത്വം ഇക്കാര്യത്തിലൊക്കെ ഒന്ന് യോജിച്ച് മുന്നോട്ട് പോയാൽ, ജനങ്ങളാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ കാഴ്ചയിൽ നിന്നും ഒന്നും മറയ്ക്കാൻ പറ്റില്ല. ജനങ്ങൾ കാണുന്ന കാഴ്ചയിൽ എല്ലാം നല്ലതാവണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവർ കൂടി ആലോചിക്കേണ്ടി വരും അല്ലെ. അപ്പൊ എല്ലാം നന്നായിട്ട് പോട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജബ്ബാർ വേണാട്, വൺ ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. ഒന്നും അകലെയല്ല. ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.